അതെ, നമ്മൾ മനുഷ്യർക്കില്ലേ, നമ്മൾ വലുതായി വരുന്തോറും നമുക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില പേടി കാര്യങ്ങളൊക്കെ നമ്മൾ വലുതായി വരുന്തോറും നമുക്ക് ആ പേടിയൊക്കെ പയ്യെ പയ്യെ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്രയും നാളും ചിന്തിക്കാതിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാനങ്ങനെ ചിന്തിച്ച പേടി മാറിയ കുറച്ച് പേടി മാറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് അനുഭവപ്പെട്ടത്, അതുപോലെ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന പേടി കുറച്ചെങ്കിലും കുറഞ്ഞത് എന്താണ്, അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കില്ലേ ഈ പഴുതാര എന്ന് പറഞ്ഞ ഈ സാധനത്തിനൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴും എനിക്ക് പേടിയാണ്, പക്ഷെ പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഈ സാധനത്തിനെ ഇപ്പം വീടിനകത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അതിനെ ഞാൻ കൊന്നിട്ടാണ് ഞാൻ വിടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇടയിലേക്കൊക്കെ കയറിപ്പോകും. അങ്ങനെ പോണ സമയത്ത് ഞാൻ ആ ഫ്രിഡ്ജ് നീക്കിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അതിനെ തെരഞ്ഞു പിടിച്ച്, ഒരു ചെറുതാണെങ്കിൽ പോലും ഞാൻ അതിനെ കൊല്ലൂട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ അതിനെങ്ങാനും കിട്ടിയില്ലെങ്കിൽ അപ്പം അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം എൻ്റെ മനസ്സിൽ മൊത്തം ഇതായിരിക്കും, പക്ഷേ അതെങ്ങനെ പോയാവും, അതിന് കിട്ടിയില്ലല്ലോ. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിലും ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതെൻ്റെ മേത്ത് കയറിയ പോലെയൊക്കെ ഒരു ഇതായിരിക്കും കേട്ടോ എനിക്കുണ്ടാവണേ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പഴുതാര സാധനത്തിനൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു ആയിരിക്കുമല്ലോ. കാരണം എനിക്കിത്ര പേടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ചെറുപ്പത്തിൽ എന്നെ പഴുതാര കടിച്ചിട്ടുണ്ട്. അതും ഈ ചുണ്ടിൻ്റെ ഇവിടെയായിട്ടാണ് കേട്ടോ കടിച്ചേക്കുന്നത്. പഴുതാര കടിച്ചിട്ട് എൻ്റെ കുഞ്ഞി നല്ലപോലെ വീർത്ത് വന്നായിരുന്നു. എന്നിട്ട് പിന്നെ കാറിലകം അതൊക്കെ തേച്ചാണ് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് അത് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ചവിട്ടിലങ്ങ് കയറി പോവോ. പിന്നെ പിള്ളേരാണെങ്കിലും ഇപ്പോഴും നിലത്ത് ഇങ്ങനെ, എൻ്റെ കുഞ്ഞിക്കുറുമ്പി ആണെങ്കിലും നിലത്തൊക്കെ ഇരിക്കുകയും നിലത്തേക്കടെ ഇങ്ങനെ മുട്ടൂത്തി ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ കിടക്കുകയൊക്കെ ചെയ്യും നിലത്ത്. അപ്പോൾ അത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ ചുവട്ടിലെങ്ങും കയറി പോവോ, അങ്ങനെയൊക്കെ കുറേ പേടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൊണ്ട് തന്നെ പിന്നെ എനിക്കും ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും പേടിയുണ്ട്, എന്നാലും കുറച്ച് കുറഞ്ഞു. അപ്പോൾ അതുപോലെ ഇന്നാളൊരു ദിവസം ഇതുപോലെ ഒരു പഴുതാരനെ ഞാൻ കണ്ടു കേട്ടോ. അത്യാവശ്യം ചെറിയ എന്നാൽ അത്യാവശ്യം വലുതായിട്ടുള്ളൊരു പഴുതാരനെ കേട്ടോ കണ്ടേ. അത് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഇടയിലേക്ക് പോയി. പക്ഷേ എനിക്ക് ഒന്നും തന്നെ തോന്നിയില്ല, ഫ്രിഡ്ജ് നീക്കാനോ അതിനെ കൊല്ലാനോ ഒന്നും തന്നെ തോന്നിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കാൻ, ഒരു ചെറിയ പഴുതാരല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ പോയിക്കോളൂ, ആ ഒരു തോന്നലാണ്. അപ്പം അതിന് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് പേടിയുണ്ടായിരുന്ന, ഭയങ്കര പേടിയുണ്ടായിരുന്ന ഒരു സംഭവം, പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളൊരു ഇതിലെത്തി. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലുതായി എൻ്റെ ഒരു ഇതും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാ അത് പോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമോ അങ്ങനെ അതൊന്നും പിന്നെ ഞാൻ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്നറിയാലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ കിടക്കും കേട്ടോ. ഫാൻ നമ്മുടെ തലയുടെ മുകളിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ചോട്ടിൽ കിടക്കും, കാരണം നല്ല കാറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അത് കൊണ്ട് ഞാൻ അങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ കിടന്നിങ്ങനെ ഫാനിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഞാൻ ഓർക്കാണ്, ഈ ഫാൻ എങ്ങാനും പൊട്ടി നമ്മുടെ തലയിലേക്ക് വീണാലോ, ചിലപ്പോൾ നമ്മൾ ചത്തുപോകില്ലായിരിക്കും. പക്ഷെ നമ്മുടെ മുഖത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ ഇപ്പോൾ ചൂടും സമയമൊക്കെയാണല്ലോ. അപ്പോൾ ഇതെങ്ങാനും ഈ മറ്റേ ഫാനിൻ്റെ ഈ വട്ടം സാധനത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനം എങ്ങാനും നമ്മുടെ തലയുടെ മുകളിലേക്ക് എങ്ങാനും പൊട്ടി വീണാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം ആ ഒരു സംഗതി ആലോചിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. ഞാൻ കിടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നീങ്ങിയാണ്ടേ കിടക്കുള്ളൂ. അതുപോലെ പിള്ളേരെങ്ങാനും കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അവരെ പിടിച്ച് നീക്കൂട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും അങ്ങനെ എന്നെപ്പോലെ കിടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഫാനിൻ്റെ തൊട്ട് താഴെ കിടക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്താണ് നമുക്ക് കഷ്ടകാലം വന്നേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ പിള്ളേരെങ്ങാനും വല്ല ഫാനിൻ്റെ ചോട്ടിലെങ്ങാനും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിള്ളേരെ നീക്കി കിടത്തോ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും അങ്ങനെ കിടക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചൂട് സമയം ഏത് സമയത്താണ് നമുക്ക് ഇങ്ങനെ കഷ്ടകാലം വന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നിയ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ, ഞാനിങ്ങനെ ചിന്തിച്ച കാര്യങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഫാനൊക്കെ പൊട്ടി താഴെ വീണ് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും എനിക്കതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ കിടക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതിന് ശേഷം എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ പിന്നെ നീങ്ങിയാണ് കിടക്കാറുള്ളൂ, ഫാനിൻ്റെ ചോട്ടി കിടക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ മനുഷ്യർ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ വലുതായി വരുന്തോറും നമുക്കുണ്ടായിരുന്ന പേടികൾ പയ്യെ പയ്യെ ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ അതുപോലെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അതിനെപ്പറ്റി ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ല എന്തെങ്കിലും പുതുമയായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് കുറച്ച് പേടിയിലേക്ക് കുറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് പിന്നെ കാണുകയെ.